കോട്ടയത്ത് മഴയ്ക്ക് ശമനമില്ല. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പരിപ്പ് നാലുതോട്ടിൽ വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറി. അഖിൽ കെ നമുക്കൊപ്പം ചേരുന്നു. അഖിൽ കെ, നാലുതോടിൽ എന്താണ് സാഹചര്യം? സുജയ, നാലുതോടിൽ ഈ തോട് കരകവിഞ്ഞ് അത് തോടും റോഡും ഒക്കെ ഒന്നായി എന്നുള്ളതാണ് ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത്. നിരവധി വീടുകളിൽ, പ്രദേശത്തുള്ള ഒട്ടുമിക്ക വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഴുവൻ വീടുകളിലേക്കും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. പലരും ഈ ബന്ധുവീടുകളിലേക്കും ക്യാമ്പുകളിലേക്കും ഒക്കെ മാറി തുടങ്ങി എന്നുള്ളതാണ്. വീടിനകത്തേക്കൊക്കെ കയറി, അപ്പോൾ അതായത് സാധനങ്ങളൊക്കെ ഒന്ന് ഉയർത്തി വെച്ചതിന് ശേഷം ബന്ധുവീടുകളിലേക്കും മറ്റും മാറാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാരുള്ളത്. നമുക്ക് അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ഏട്ടാ, വലിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ടല്ലോ ഈ പ്രദേശം? ചേട്ടൻ, നമ്മുടെ 18-ലെ ഒന്നുമല്ല ഇപ്പം. ഇനിയിപ്പോൾ മുമ്പോട്ട് പറയുമ്പോൾ 25-ലെ വെള്ളമൊന്നും വലിയ വെള്ളമൊന്നും പറയേണ്ടതായിട്ട് വരികയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ കന്നുകാലികൾ മറ്റുള്ളതുകൊണ്ട് എങ്ങോട്ടും വിട്ട് മാറിപ്പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതിനെയൊക്കെ മാറ്റുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് മാറാൻ നിൽക്കുന്നത്. ഇത് വെള്ളത്തിന് കണ്ടറിയാം, അതുപോലെ വെള്ളം കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം വരാൻ കിടക്കുന്നു, അതെങ്ങനെയാണെന്ന് അതറിയത്തില്ല. അതിനേക്കാളും വലിയ വെള്ളം, 18-ലേക്കാളും വലിയ വെള്ളം, 25-ലെ വെള്ളം. ഇനി മുമ്പോട്ട് പറയുന്നത് 25-ലെ വെള്ളം എന്നായിരിക്കും പറയുന്നത്, വലിയ വെള്ളം എന്ന് പറയുന്നത്. അത്രത്തോളം വെള്ളം ഇനി വരാൻ കിടക്കുന്ന വെള്ളം. 18-ൽ വെള്ളം കയറിയതാണ്. അത്ര വെള്ളം കയറിയിട്ടില്ലായിരുന്നു. ഇത്തവണ അവിടെ വെള്ളം കയറി 25-ലെ വെള്ളം. സൂചിത, നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും ആ ഒരു വെള്ളക്കയറ്റത്തിന്റെ ഒരു തീവ്രതയൊക്കെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം 18-ൽ നമ്മളിപ്പോൾ കാണുന്ന ഈ വീട്ടിലേക്കൊന്നും വെള്ളം കയറിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഈ വീടിനകത്തൊക്കെ പടിക്കെട്ടുകളൊക്കെ കഴിഞ്ഞു. സിറ്റ് ഔട്ടിലേക്ക് വെള്ളം കയറാൻ ഇപ്പൊ കയറിയില്ല എന്ന മട്ടിൽ നിൽക്കുകയാണ്. അഖിൽ, നടക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം, വെള്ളത്തിലൂടെയൊക്കെ. സൂചിയ, കയറിയില്ല എന്ന മട്ടിൽ ഉള്ളിലേക്കൊക്കെ വെള്ളം എത്തിയിട്ടുണ്ട് സുജയ. നമ്മൾ അതായത് ഈ പുറകുവശത്തിലൂടെയാണ് കയറിയിരിക്കുന്നത്. ഇതിന് പുറകെ പാടമാണ്. ആ പാടം നിറഞ്ഞതാ. നമ്മൾ ഈ നിൽക്കും, വീടിനുള്ളിൽ മുഴുവൻ വെള്ളം കയറിയിട്ടുണ്ട്. സ്റ്റെപ്പിൽ മാത്രമല്ല നിങ്ങളാണ് ചേട്ടാ, ഉള്ളിലേക്കൊക്കെ മൊത്തം വെള്ളം എത്തി. എല്ലായിടത്തും വെള്ളം. സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക. ബന്ധുവീടുകളെ അല്ല, വേറെ ഞങ്ങളുടെ ബന്ധുവീട്ടിലോട്ട് പോകാനാണ്ട ഒരുക്കത്തില്ല. ഇതിപ്പോ ഏകദേശം എത്ര വരുന്നു പ്രത്യേകിച്ച്? എത്ര വെള്ളം കയറുന്നു? വെള്ളം കൂടുതലാ. ഇനി വെള്ളം കൂടുകയുള്ളൂ, കുറയത്തില്ല. തന്നെയാണ് സൂചന. നമ്മളിത് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതായത് ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അതായത് ഏകദേശം നമ്മൾ ഒരു ഇത്രത്തോളം ആ ഒരു ഗ്യാപ്പ് വരെയൊക്കെ, ഒരു അടിവരെയൊക്കെ വെള്ളം കയറി. അടുക്കളയാണ്. അടുക്കള ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വെള്ളക്കെട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇതിന് പുറകിലേക്ക് മുഴുവൻ പാടമാണ്. അപ്പോൾ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മുകളിലേക്ക് കയറ്റി വെച്ചത്, ഫ്രിഡ്ജും ഇലക്ട്രോണിക് സാധനങ്ങളും എല്ലാം ഉണ്ട്. വീടുകളിലൊക്കെ വെള്ളം കയറി. താഴ്ന്ന മേഖലയിലുള്ള പാടശേഖരങ്ങൾക്ക് അടുത്തുള്ള വീടുകളിലൊക്കെ താമസിക്കുന്നവർ സാധനങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് ഒതുക്കിയൊക്കെ വെച്ചോളൂ. അടുത്ത മഴയ്ക്ക് വീട്ടിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു ജാഗ്രതയോടെ മുന്നോട്ട് പോകാം. പലയിടങ്ങളിലും വഴിയിലൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക.